നീർച്ചപ്പെട്ടിയിൽ ഇത്രയും ആൾക്കാർ തന്ന ക്യാഷ് എടുത്തോണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തവർക്ക് ഇതിലാരും നല്ലത് വേറുള്ള പണിക്ക് പോണതാണ്. കാരണം ഒരു നാട് ഒരുമിച്ച് നിന്നാണ്ട് ഒരു ശ്രോതാക്കളുടെയും ഇവലൊക്കെ പെട്ടി നീർച്ചപ്പെട്ടിയിൽ ഇത്രയും ആൾക്കാർ തന്ന ക്യാഷ് എടുത്തോണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും അതപ്പതിച്ചവനായിരിക്കും അവൻ. നിങ്ങളുടെ നാട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഈ ഹൈവേന്റെ സൈഡില് ഇങ്ങനത്തെ നീർച്ചപ്പെട്ടികള്. മതം നോക്കേണ്ട ടൈല് എല്ലാ മതക്കാരതും ഉണ്ടാവും. ആ കൂട്ടത്തില് ആരെങ്കിലും ചാൻസ് നോക്കി എടുത്തോണ്ട് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം റമദാൻ മാസമാണ്, ബദരീങ്ങൾ ആണ്ടുവരാണ്. അപ്പൊ നോക്കിയാണ് ഇത് ഇത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഈ ഒരു സാധനം ഇങ്ങനെ ഒരു പൂട്ടിട്ടത്, ഈ പൂട്ട് കുത്തി പൊട്ടിച്ച് അത് തുറന്ന് ഇത് അതിന്റെ ഉള്ളിലൊന്നുണ്ട്, ഇതും ലോക്ക്ഡ് ആണ്, ഇതും മുടന്തി അതും തുറന്ന് ചില്ലറ പൈസ ഓൻ അതിന്റെ ഉള്ളിൽ വെച്ചിക്കണ്. സംഭവം വെറുതെ പറയല്ല. ഇത് 2 പെട്ടി, ഈ 2 പെട്ടി ഓൻ തുറന്ന്, ഈ 2 പെട്ടിയും അതിന് വേണ്ട പൈസ ഓൻ കൊണ്ടുപോയി, ഇതോ തുറന്നില്ല. എനിവേ ഹൈവേന്റെ സൈഡിലുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടില് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ആലോചിക്കാണ്. അങ്ങനെയുള്ളവന് ഈ വീഡിയോ കാണാണെങ്കിൽ ജസ്റ്റ് എന്റെ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടാലേ എനിക്ക് വേണ്ടത് ഞാൻ തരാം. ആ പൈസ തിരിച്ചു കൊടുത്താൽ എനിക്ക് അതിന് കിട്ടിയ പൈസ ഞാൻ തരാം, കുഴപ്പമില്ലല്ലോ എനിക്ക്. കാരണം ആ പൈസ ഓരോരുത്തരും നേർന്ന് സ്വന്തം മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി കൊടുന്നിരുന്ന പൈസയാ. അതിൽ നിന്നൊക്കെ കട്ടെടുത്തിട്ട് എന്ത് കോപ്പ് കിട്ടാനാണ്? പിന്നെ നാട്ടുകാരോടാണ്, നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സേഫ് ആക്കുക, പൈസ പെട്ടെന്ന് വലിക്കുക. താങ്ക് യു, താങ്ക്സ്.